ക്യൂബ എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെക്കുറിച്ച് നമുക്കറിയാം. 66 വർഷമായി തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ് ക്യൂബ. എന്നാൽ ക്യൂബയിലെ ജനസംഖ്യ കേരളത്തിലെ 2-3 ജില്ലകളുടെ മാത്രം ജനസംഖ്യയാണ്. എന്നാൽ ക്യൂബയുടെ ഭൂവിസ്തൃതിയോ കേരളത്തിന്റെ 3 ഇരട്ടിയോളം വരും. വിഭവസമൃദ്ധമായ ഒരു രാജ്യമാണ് ക്യൂബ. പക്ഷേ ഇപ്പോൾ ക്യൂബയിൽ സംഭവിക്കുന്നത് എന്താണ്? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ക്യൂബയിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റിന് ശേഷം ഇന്നും ക്യൂബയിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളും കടപുഴകി വീണു. അത് ശരിയാക്കി വീണ്ടും വൈദ്യുതി വിതരണം നടത്താൻ കഴിയാത്തതുകൊണ്ട് അവിടെ ആശുപത്രികളും ഗവൺമെന്റ് ഓഫീസുകളും സ്കൂളുകളും കോളേജുകളും ഒന്നും പ്രവർത്തിക്കുന്നില്ല. സ്വന്തമായി ജനറേറ്ററുള്ള വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മാത്രമാണ് വെളിച്ചമുള്ളത്. ജനങ്ങൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഭാരതം എന്ന നമ്മുടെ രാഷ്ട്രം ക്യൂബയിലേക്ക് 90 ടൺ മരുന്നുകളാണ് അയച്ച് സഹായിച്ചത്. എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് സഹായമാണ് ക്യൂബയ്ക്ക് ചെയ്തത് എന്ന് അന്വേഷിക്കുന്നത് വിചിത്രമായിരിക്കും. ക്യൂബയും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. അവിടേക്ക് മരുന്നും ഭക്ഷണവും മറ്റ് സഹായ സാമഗ്രികളും എത്തിക്കുന്നതിൽ ഭാരതത്തെക്കാൾ എത്രയോ പിറകിലാണ് ചൈന എന്നുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പോലും മറച്ചുവെക്കുന്ന വസ്തുതയാണ്. ഇപ്പോൾ ക്യൂബയിലെ ജനങ്ങളെ സഹായിക്കാൻ ഇവിടുത്തെ സഖാക്കൾ 1 രൂപയുടെ പിരിവ് ആരംഭിച്ചിട്ടുണ്ട്. ഈ 1 രൂപ പിരിവ് കൊണ്ട് ക്യൂബയെ എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷേ ഈ വസ്തുത കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ഒരു സഖാക്കന്മാരും മിണ്ടുന്നില്ല. ഇന്ത്യയാണ് ക്യൂബയിൽ ആദ്യമായി ഓടിയെത്തിയതെന്നും 90 ടൺ മരുന്നുകളും അവശ്യ വസ്തുക്കളും ഭാരതമാണ് ആദ്യമായി ക്യൂബയിൽ എത്തിച്ചത് എന്നും ദേശാഭിമാനിയിൽ തീപ്പെട്ടി വലിപ്പത്തിൽ പോലും വന്നതുമില്ല. ഒരു ചാനൽ ചർച്ചയിലും ക്യൂബ വിഷയമേ അല്ല. ഓർക്കണം, 66 വർഷം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്ന ഒരു രാജ്യത്ത് ഒരു കൊടുങ്കാറ്റടിച്ചാൽ രാജ്യം തീർന്നു. അതിൽ നിന്ന് തിരിച്ചു വരാനും കരകയറാനും കഴിവില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം. ഇത് കമ്മ്യൂണിസത്തിന്റെ നേർചിത്രമാണ്. അതുകൊണ്ടായിരിക്കാം കേരളത്തിൽ ആരും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാത്തതും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം പുറത്തു കൊണ്ടുവരാത്തതും. ഞാൻ ഈ പറയുന്ന വസ്തുതകൾ സത്യമാണോ എന്ന് നിങ്ങൾക്ക് സ്വയം അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്ന കാര്യമാണ്.